അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആരോപണവുമായി നടൻ ദിലീപ്. കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാനലുകളിൽ പറഞ്ഞുവെന്നാണ് ദിലീപിന്റെ ആരോപണം. അടച്ചിട്ട കോടതി മുറികളിലെ വാദങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോർത്തിയെന്നും ദിലീപ് ആരോപിച്ചു. കോടതി അലക്ഷ്യത്തിന് ദിലീപ് നൽകിയ ഹർജി ജനുവരി 12-ന് പരിഗണിക്കും. കൂടാതെ അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാനലുകളിലെ അഭിമുഖത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു സാക്ഷിയായിരുന്നെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയായിരുന്നു ചെയ്യേണ്ടതെന്നും നടൻ വ്യക്തമാക്കി. അതേസമയം നടന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ സിനിമകളുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്നും അതിനാൽ പാസ്പോർട്ട് വേണമെന്നും ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ വിധി പറഞ്ഞ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പാസ്പോർട്ട് വിട്ടു നൽകാൻ നിർദ്ദേശം നൽകിയത്. കേസിൽ പ്രതിയാക്കപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്ത ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ ജാമ്യവ്യവസ്ഥകൾ അവസാനിച്ചുവെന്ന് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. കേസിൽ അപ്പീൽ പോകാനാണ് തീരുമാനമെന്നും ആ സാഹചര്യത്തിൽ പാസ്പോർട്ട് വിട്ടു നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യവ്യവസ്ഥകൾ നിലനിൽക്കില്ല എന്ന വാദം കോടതി അംഗീകരിച്ചു. നേരത്തെ കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് ദിലീപ് വിദേശത്ത് പോയിരുന്നത്.